മുഖ്യമന്ത്രിയുടെ വാഹനം കുഴിയിൽ വീഴാതിരിക്കാൻ കറങ്ങിയത് 16 കിലോമീറ്റർ. കുഴി നിറഞ്ഞ കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര മുഖ്യമന്ത്രി ഒഴിവാക്കി. അല്ല എന്നാപ്പത് സംഭവം ഇന്ന് കോഴിക്കോട് നിന്ന് കാർ മാർഗം വരികയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കാഞ്ചേരി വഴിയാണ് തൃശൂരിലെത്തിയത്. അടുത്ത ദിവസം നമ്മുടെ ന്യൂയോർക്കിൽ ഉള്ള ഒരാൾ, നമ്മളൊരു സാധാരണക്കാരനാണ്, ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് മകനുണ്ട്, മകൻ ഡിഗ്രി മെഡിക്കലിന് പഠിക്കുക. പറയാണ് അയാളുടെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ്. അപ്പോൾ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി. ഭയങ്കര ആശ്ചര്യമാണ് കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതെങ്ങനെ സാധിച്ചു? കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. റോഡിൽ കുഴിയുണ്ടെന്ന് നമ്മൾ എല്ലാവരും പറയാണ്, കേരളം മുഴുവൻ. പക്ഷെ മന്ത്രി പറയണ ഒരു കുഴിയില്ല. അദ്ദേഹം 322 കോടി രൂപ അനുവദിച്ച് അതെല്ലാം നികത്തിയെന്ന് പറയുന്നത്. ഭയങ്കര ആശ്ചര്യമാണ് കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ പയ്യനെ ഇങ്ങനെ ഊക്കി വിട്ടതാണെന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലായിട്ടില്ല.